നമസ്കാരം, ഞാൻ പ്രദീപ് കുമാർ, എടക്കാട്ടുപള്ളിയിൽ കോമൺ സർവീസ് സെൻ്റർ നടത്തുന്നു. നിങ്ങൾക്ക് ചിലർക്കെങ്കിലും എന്നെ പരിചയം കാണും. പ്രധാനമന്ത്രിയുടെ PM കിസാൻ 2000 രൂപ കിട്ടുന്നതിന് ഫാർമർ ഐ ഡി ചെയ്യണം, KYC ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെൻ്റെ ലിങ്കിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പക്ഷേ ഞാൻ ഇന്നലെ നമ്മുടെ സിസ്റ്റത്തിൽ കയറുമ്പോൾ നമുക്ക് KYC ചെയ്യാത്തവരുടെ ഒരു ലിസ്റ്റ് ലഭ്യമായി. ആ ലിസ്റ്റിൽ എടക്കാട്ടുപള്ളി വില്ലേജിൽ ഏതാണ്ട് 400 ചില്ലാനം പേരോളം 465 പേരോളം KYC ചെയ്തിട്ടില്ല എന്ന് അറിയാൻ സാധിച്ചു. അതുപോലെ തന്നെ കൈപ്പട്ടൂർ വില്ലേജിൽ ഏതാണ്ട് 300-നടുത്ത ആളുകൾ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൽ കുറേ പേര് മരിച്ചു പോയവരുണ്ടാകാം, കുറച്ച് പേര് അവരുടെ സ്ഥലം വിറ്റുപോയി, അല്ലെങ്കിൽ സ്ഥലം മക്കൾക്ക് കൈമാറി എന്നൊക്കെ പറഞ്ഞിട്ട് നഷ്ടപ്പെട്ടവരുണ്ടാവും. വിറ്റുപോയി അവരുടെ സ്ഥലം വേറെ ആളുകളെ വാങ്ങിച്ചെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല. പക്ഷേ നമ്മുടെ മക്കൾക്ക് കൈമാറിയതാണെങ്കിൽ, അവർക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കിട്ടുന്നില്ല, അതുകൊണ്ട് KYC ചെയ്തില്ല, അതിൻ്റെ പുറകെ പോയില്ല എന്ന് പറയുന്നവർ, അതിൻ്റെ കാരണം അത് പോക്കുവരവ് നടത്താത്ത ഭൂമിയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ പോക്കുവരവ് നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ അപ്ലൈ ചെയ്യാനുള്ള അർഹതയുണ്ട്. 2018-19 പോക്കുവരവ് നടത്താതിരുന്നത്, അതിന് ശേഷം പോക്കുവരവ് നടത്തിയവരാണെങ്കിൽ നമുക്കത് അപ്ലൈ ചെയ്ത് ആക്റ്റീവാക്കാൻ സാധിക്കും. ഇനി ചിലവർക്ക് ബാങ്ക് ലിങ്ക് ആവാത്തതിൻ്റെ പേരിലായിരിക്കാം കിട്ടാതിരിക്കുന്നത്. അങ്ങനെയുള്ളവർക്കും ഇപ്പോൾ KYC കംപ്ലീറ്റ് ചെയ്ത് അത് വേറെ പ്രോബ്ലം എന്താണെന്ന് KYC കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അറിയാൻ സാധിക്കും. അത് കഴിഞ്ഞ് ആ പ്രശ്നങ്ങളോട് പരിഹരിക്കാൻ സാധിച്ചാൽ അവർക്കും ഈ പണം കിട്ടാൻ അർഹതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും അവരുടെ കിട്ടാതിരിക്കുന്നതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചെക്ക് ചെയ്ത് അതിനുള്ള അവസരം നമ്മുടെ ഓഫീസിൽ നിന്ന് ലഭ്യമാണ്. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എന്താണ് കുഴപ്പമെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പണം മുടക്കേണ്ടതില്ല. അത് പരിഹരിക്കുന്നതിന് വേണ്ടി മാത്രം നിങ്ങൾക്ക് പണം മുടക്കിയാൽ മതിയാവും. അപ്പം അത് പൂർണ്ണമായും ചെക്ക് ചെയ്ത് എല്ലാവരും, ഇതിന് അർഹതപ്പെട്ടവരെല്ലാവരും തന്നെ അത് വാങ്ങിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ.